നോക്കി ഒരുമാതിരി പച്ചച്ച് കിടക്കുന്നു. ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കാത്തതുകൊണ്ട് ക്ലീനായിട്ട് തോന്നും, പക്ഷേ ഇത് ഹൈലി അസിഡിക്കാണ് വെള്ളം. ഈ വെള്ളം ചീത്തയായത് ഇവന് ആദ്യം ഇവിടെയാണ് അവൻ്റെ കോക്പിറ്റ്. ഈ വെള്ളം ചീത്തയായപ്പോഴാണ് അവൻ വെള്ളം ഈ തൊണ്ടിൻ്റെ പൊക്കത്തിൽ ഇറക്കാൻ തുടങ്ങി. ഇത് എത്ര കൊല്ലമായി ഈ ഫാക്ടറി പ്രവർത്തനം തുടങ്ങിയിട്ട്? ഫാക്ടറി 2010 തുടങ്ങി. 2010. എത്ര കാലമായി ഈ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റിയാത്ത അവസ്ഥയിലേക്ക് എത്തിയത്? 2015 ഞാൻ കണ്ടുപിടിക്കുന്നത് ഈ വെള്ളം കൊണ്ട് പരിശോധിച്ച വെള്ളം പരിശോധിച്ചു. അപ്പോൾ എന്താ റിസൾട്ട് കിട്ടിയേ? റിസൾട്ട് ഇതിൻ്റെ അകത്ത് ഇതുണ്ട്, എന്തോന്നാ കോളിഫോം ആൻഡ് pH. അതായത് മരണത്തിന് കാരണമാകുന്ന രാസവസ്തുക്കൾ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. വെള്ളം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ജീവനെ തന്നെ കനിക്കുമെന്ന് മനസ്സിലായി. അതും തന്നെയല്ല, നമുക്ക് കുളിച്ച് കഴിഞ്ഞ് വെള്ളം ഉണങ്ങി കഴിയുമ്പോൾ ഒരുമാതിരി ഒരു പാട പോലെ ദേഹത്തുണ്ടാവും. ഈ വേസ്റ്റ് വെള്ളം ഈ തോട്ടിൽ സ്പ്രെഡായിട്ട് അവിടുന്ന് വന്ന ആണോ ഇത്? എങ്ങനെയാണ്? ഇവിടുന്ന് ഇങ്ങനെ വരും, നേരെ സ്വീപ്പേജ് വരും. ഈ ഫാക്ടറിയും ചേട്ടൻ്റെ വീടും തമ്മിൽ എത്ര ദൂരമുണ്ട്? ഫാക്ടറിയുടെ മതിലിന് എൻ്റെ വീടുമായിട്ട് ഒരു 15 മീറ്റർ അല്ലേ? 15 മീറ്റർ കാണാം. ഇപ്പോൾ എന്നാ ബുദ്ധിമുട്ടുകളുള്ള ഈ ഫാക്ടറി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ? ഫാക്ടറികളുള്ള ബുദ്ധിമുട്ട് ഒന്നാമത് ഈ കിണർ ഞാൻ ഇതിൻ്റെ അകത്ത് 15 അടി മണ്ണാണ് കുഴിച്ചത്, ബാക്കി 15 അടി പാറ പൊട്ടിച്ചാണ് ഉണ്ടാക്കിയത് 2002. അപ്പോൾ അന്ന് 7000 രൂപയായിരുന്നു ഒരടി മണ്ണ് കുഴിക്കുന്നതിന്, പാറ പൊട്ടിക്കുന്നതിന് 9000 രൂപ. അപ്പോൾ എത്രയായിരം രൂപ ചിലവാക്കിയതുണ്ടായത്? അത്രയും രൂപയുടെ നഷ്ടം. പിന്നെ കുടിവെള്ളം ഇല്ലാതായി. അവന് എനിക്ക് വെള്ളം തരാമെന്ന് പറഞ്ഞു, പക്ഷേ അവന് 250 ലിറ്റർ വെള്ളമേ തന്നുള്ളൂ 2-3 ദിവസത്തേക്ക്. പിന്നെ വെള്ളമില്ലാതെ ഞാൻ പിന്നെ അയൽവക്കക്കാരുടെ കിണറ്റിൽ പോയി വെള്ളം കന്നാസിൽ കോരിക്കണമെന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനെയാണ് വെള്ളം ലഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ രണ്ട് കുടിവെള്ള പദ്ധതിയിലെ മെമ്പറാണ്. അവരുടെ വെള്ളമാണ് ഞാൻ. വെള്ളം എവിടുന്നാ ഒഴിവ് തന്നെ? ആ വെള്ളം ഒരെണ്ണം ഇവിടെ ഇച്ചിരി ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് കിണറുണ്ട്, അവിടെ നിന്ന് പമ്പ് ചെയ്ത് വരുന്നത്. അതിൽ അവിടെ ഉയർന്ന സ്ഥലമല്ലേ, അങ്ങോട്ടല്ല, ഇവിടെ ഇങ്ങനെ സ്ലോപ്പായതുകൊണ്ട് വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് ഇങ്ങനെ ലോവർ ഏരിയയിലേക്കാണ്. അങ്ങനെയാണ് ഇവിടെ ഈ സ്ഥലത്തെ വെള്ളം ചീത്തയായി. ആ പുള്ളിയുടെ വീട്ടിലെ കിണറിൻ്റെ വെള്ളം ചീത്തയായി. പിന്നെ ആ കാണുന്ന വീടിൻ്റെ പുറകിലുള്ള അതിൻ്റെ പുറകിലുള്ള വീട്ടിലെ ആദ്യം മേടിച്ച സ്ഥലമാണ്. അത് അവൻ്റെ സ്ഥലമാണ്. അവൻ്റെ ഈ മലിനജലം ചിലപ്പോൾ അവിടെ അങ്ങോട്ടാണ് ഒഴുക്കുന്നത്. അതിൻ്റെ പുറകിലുള്ള സ്ത്രീയുടെ കിണറും ചീത്തയായി. പിന്നെ അവിടെ ഒരു പാവപ്പെട്ട സ്ത്രീ താമസിക്കുന്നുണ്ട്. ആ വീടിൻ്റെ മണിയഞ്ചിറയിലെ കാര്യം പറഞ്ഞ കിണർ ചീത്തയാണ്. അതിൻ്റെ ഇപ്പുറത്തെ ഒരു എന്താ പറയുന്നത്, കണ്ടായിരുന്നു. അവർ ഞങ്ങളോട് പറഞ്ഞു അവർക്ക് വെള്ളം കുടിക്കാനില്ലെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളോട്. അവർ ഇവൻ കൊടുക്കുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇവൻ കൊടുക്കുന്ന ഇവനവിടെ ഈ ഇടക്കര കുറ്റിയച്ചൻ എന്ന് പറയുന്ന ഒരു പണക്കാരനുണ്ട്. അവനോട് ജ്വല്ലറി ഷോപ്പുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് 2 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ആ തോടിൻ്റെ കരയ്ക്ക് അവൻ കിണർ കുത്തി അവിടെ നിന്നാണ് ആ വെള്ളം ഇങ്ങോട്ട് പമ്പ് ചെയ്യുന്നത്. അതിനുശേഷം ആ അഴുക്ക് വെള്ളം ആ തോട്ടിലേക്ക് തന്നെ കിണറിൻ്റെ അടുത്തുള്ള തോട്ടിലേക്ക് തന്നെ ഒഴുക്കി വിടുന്നു. അപ്പോൾ കണക്ക് തീർന്നല്ലോ. ഇവിടെ എന്തൊക്കെയാണ് പ്രവർത്തനം നടക്കുന്നത്? ഇവിടെ എല്ലാം എന്താ സ്പൈസ് പൊടികൾ, മുളക്, മല്ലി, അങ്ങനത്തെ എല്ലാ പൊടികളും ഉണ്ട്. എക്സ്പോർട്ടിംഗ് ഉണ്ടോ?
എക്സ്പോർട്ടിംഗ് ഉണ്ട്. ലോക്കൽ മാർക്കറ്റ് ഇല്ല, ഇല്ല, അതേ ഇല്ല. ഇവിടെ ആരും ലോക്കലായിട്ടുള്ളവരാരും ഇത് ഉപയോഗിക്കുന്നില്ല. He has got export to Australia, New Zealand, USA, UK and Germany. Almost every day one container one container must be parked there. That container will go in the evening. അങ്ങനെയാണ്. കംപ്ലൈൻറ്റുകൾ വല്ലതും പരാതികൾ വല്ലതും ഉന്നയിച്ചായിരുന്നോ മാതിച്ചേട്ടൻ? പരാതികളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ആരോടൊക്കെയാണ് പറഞ്ഞേ? പഞ്ചായത്തിൽ. എന്തായിരുന്നു പരാതി ഉണ്ടായിരുന്നത്? പരാതി മെയിൻലി കുടിവെള്ളത്തിൻ്റെ പ്രോബ്ലം. പിന്നെ ഒരു പ്രാവശ്യം അവൻ എനിക്ക് ഇവിടെ ഒരു കുഴൽക്കിണർ കുത്തി തന്നു. എന്തെങ്കിലും നമുക്ക് വാട്ടർ എസൻഷ്യൽ അല്ലേ മനുഷ്യൻ്റെ ജീവിതത്തിൽ. അപ്പോൾ കുഴൽക്കിണർ കുത്തി ആ കുഴൽക്കിണറിൻ്റെ വെള്ളം അവൻ ചീത്തയാക്കി. അവിടെ ചീത്തയാക്കി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇവിടുന്ന് ഈ വെള്ളം, ഈ മലിനജലം അങ്ങോട്ട് സ്പ്രെഡായി അല്ലേ? അങ്ങനെയല്ലേ? ആ, ഇവിടുന്ന് പറഞ്ഞാൽ അവൻ ആ കോർണറിലാണ് വെള്ളം ഈ തൊണ്ടിലേക്ക് ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ വെള്ളം ഒഴുകിയിരിക്കുകയാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് തൊണ്ടിന്ന് വെള്ളം ഈ കിണറ്റിലേക്ക്, ആ കുഴൽക്കിണറിലേക്ക് സീപ്പേജായി. അങ്ങനെ അതും ഉപയോഗശൂന്യമായി. ഇവരെന്താ പറയുന്നത്? നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇവനോട് ഞാനിപ്പോൾ സംസാരിക്കാറില്ല. ഒന്നും പറയുന്നില്ല. നമുക്ക് മിണ്ടാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ആയോ, അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലാത്ത അവസ്ഥയിലേക്കായോ? എന്താ? I don't like to meet him. I don't like to talk to him. He is very cunning, a very foxy type of fellow. He will do anything. He will lick your feet to get his things done. But afterwards he will just ignore it. He has given me a written undertaking that he will give me water. But he has not given me water. എന്താണേലും വളരെയധികം ശോചനീയം തന്നെയാണ്. ഒരു രീതിയിലും ഇവിടെ ശ്വാസമുട്ടുണ്ടോ? ശ്വാസമുട്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ? കുറച്ച് ശ്വാസമുട്ടലും ഉണ്ട്. പിന്നെ സൈനസ് കഞ്ചഷൻ. മോർണിംഗ് 11 മണി വരെ തുമ്മലും മൂക്കുവാലിച്ചുണ്ടാവും. ബിക്കോസ് ഓഫ് ദിസ് smell of dirty water emitting from the factory, and also invisible dust particles causes me a lot of breathing trouble, especially in the morning every day. I have got a lot of sinus congestion as well as sneezing. Up to 11 o'clock in the morning it takes place every day. രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ശ്വാസമുട്ടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു പ്രശ്നം കൊണ്ട് സൈനറ്റൈറ്റിസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് ഈ മാധുചേട്ടൻ അനുഭവിക്കുന്നത്. ഇത് ഈ നാട്ടിലാണ് ജനിച്ചു വളർന്നത്? ഇവിടെയല്ലേ ജനിച്ചു വളർന്നത്? ജനിച്ചത് ഈ നാട്ടിലാണ്. ഈ നാട്ടിലല്ല, കടപ്പളാമറ്റം, മരങ്ങാട്ട് പള്ളി. വലിയ ദൂരമില്ലല്ലോ. അതിന് ദൂരമില്ല. സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് വന്ന് ഇവിടെ ഈ പ്ലോട്ട് എടുത്ത് വീട് വെച്ചത്. അത് 2003 മുതൽ 2010 വരെ ഒരു പ്രോബ്ലം ഇല്ല. ഇവൻ വന്ന് 2010 ഇവൻ ഈ ഫാക്ടറി തുടങ്ങിയതോടെയാണ് ജീവിതം ഒരു പണിഷ്മെൻ്റായി മാറിയത്. ഇത് പഞ്ചായത്ത് ഏതാ? കടനാട് പഞ്ചായത്ത്. വില്ലേജ് വെള്ളിലാപ്പള്ളി വില്ലേജ് അല്ലേ? വെള്ളിലാപ്പള്ളി വില്ലേജ്. ഞാൻ പാലായി പോയി RDOയുടെ ഒരു കംപ്ലൈൻറ്റ് RDOയ്ക്ക് എഴുതി. RDO അതിന് വില്ലേജ് ഓഫീസറോട് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞ് എഴുതി എൻ്റെ തന്നു. അത് ഞാൻ കൊണ്ടുവന്ന് വില്ലേജ് ഓഫീസർക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു, വില്ലേജ് ഓഫീസർ ഞാൻ എൻ്റെ കാറിൽ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാമെന്ന്. അല്ല, പുള്ളിക്കാരത്തി തന്നെ വന്നോളാമെന്നും പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരത്തി വന്നുമില്ല. പിന്നെ ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ ഒരു റെക്കോർഡും ഇല്ല അവിടെ. ഒന്നുമില്ല. എത്ര നാൾ മുമ്പ് വരുന്നത്? അത് about 8 years back. എല്ലാ രീതിയിലും മുട്ടാത്ത വാതിലുകളൊന്നും ഇല്ല എന്ന് പറയാം അല്ലേ? എല്ലാ ആൾക്കാരോടും ഇങ്ങനെയുള്ള പഞ്ചായത്തിൻ്റെ ഭാഗത്ത് മലിനീകരണ ബോർഡിൽ ഒരു സഹായം കിട്ടുന്നില്ല. പഞ്ചായത്തിൻ്റെ മെമ്പറിൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്.
അവൻ പറഞ്ഞാൽ അന്നേരം അവൻ പറയും ചെയ്യാമെന്ന്, പക്ഷേ അവൻ ചെയ്യല ഒന്നും. മലിനീകരണ ബോർഡിൽ വിവരം അറിയിച്ചായിരുന്നോ? മലിനീകരണ ബോർഡിൽ വിവരം അറിയിച്ചായിരുന്നു, ഞാനും ആ ബെന്നിയും കൂടെ. എന്നിട്ട് ഒരു സ്ത്രീ വന്ന് ഇവിടെ അന്വേഷിച്ചു, എന്നോട് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചു, പക്ഷേ നോ റിസൾട്ട്. ഇവരൊക്കെ ചുമ്മാ ശമ്പളം പറ്റാൻ വേണ്ടി പേരിന് ഒരു മലിനീകരണ ബോർഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ പ്രയോജനം ഈ നാടിന് എന്താണ്? നിങ്ങളെ ഒരു സഹായം ആവശ്യപ്പെട്ട് നിങ്ങളുടെയൊക്കെ എടുത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഈ നാടിന് വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരുടെ ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കൊന്നും ഇവിടെ നിൽക്കത്തില്ല, ശ്വാസമുട്ടും ബുദ്ധിമുട്ടൊക്കെ ആയാലും ഇവിടെ നിൽക്കത്തില്ല. എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പോകണമെന്ന് ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം നമുക്കൊരു മൊത്തത്തിൽ മേത്തൊരു ചൊറിച്ചിലും അതുപോലെ ശ്വാസം മുട്ടും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ അപ്പച്ചന് AC പിടിപ്പിച്ചു, അല്ല AC ഉണ്ടല്ലോ വീട്ടിൽ, AC ഉള്ള കാരണമാണോ പിടിച്ച് നിൽക്കുന്നത്? AC ഉള്ള കാരണമല്ല, ഞാൻ എൻ്റെ വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുമോ, മണം കയറാതിരിക്കാൻ. ഒരു ബാഡ് സ്മെല്ലാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അത് അത്രമാത്രം ഫീലിംഗ് എത്രമാത്രമാണെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ഒരു നിങ്ങൾ എന്തേലും പണം സമ്പാദിച്ചാലും ഏതൊക്കെ ലോകരാജ്യങ്ങളിലേക്ക് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാലും ഈ അപ്പച്ചൻ്റെ കണ്ണീരിന്, ഈ അപ്പച്ചൻ്റെ വിഷമത്തിനൊരു വിലയുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുക. പണത്തിന് മാത്രമായിട്ട് നിങ്ങൾ ഓട്ടപ്പെടുത്ത് വിടുമ്പം ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ തൊട്ട് ചേർന്നാണ്, 8 മീറ്ററിൻ്റെ പോലും വ്യത്യാസമില്ല, ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ വന്ന് വീഴാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇവരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവരുടെ പ്രയാസത്തിൽ പങ്കുചേരുക. നിങ്ങൾക്ക് കമ്പനികൾ തുടങ്ങാം, ജനവാസമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി നിങ്ങൾക്ക് തുടങ്ങാം. ഇതുപോലെ തന്നെ ജനനിബിഡമായ സ്ഥലങ്ങൾ, ഇതുപോലെ തന്നെ ജനസാന്ദ്രതയുള്ള ജനങ്ങൾ അധിവസിക്കുന്ന ഭൂപ്രദേശത്ത് നിങ്ങൾ ഒന്ന് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഞങ്ങൾക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മാത്തിച്ചേട്ടാ, ഈ ചുറ്റുവട്ടത്ത് എത്ര വീടുകളുണ്ട്? ഇവിടെ ഇപ്പം ഇറ്റ് ഹാസ് ബിക്കം ജസ്റ്റ് ലൈക്ക് എ ടൗൺ, ആൻ എക്സ്പാൻഡഡ് ടൗൺ. എല്ലായിടത്തും വീടാണ്, എല്ലാവർക്കും 10-20 സെൻറ്റ് ഭൂമിയുണ്ട്, വീടുമുണ്ട്. അങ്ങനെയാണ്. ഇറ്റ്സ് എ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയ ആൻഡ് ഓൾ ദിസ് dirty water, polluted water goes and joins the small rivulet here, which is called രാമപുരം തോട്, ഏഴാച്ചേരി റോഡ് തോട്, and it goes and merges with the Meenachilar. So you can imagine how this industry here, which employs about 150 people as far as I know, is causing the damage. And now you have heard this sound of the gunfire or cracker. That is to drive away the crows. The crows come and pick up the coconut shell and drops on the roof of my house, and the coconut shell comes down to the drainage pipe and blocks it. That way also is causing me harm. വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ നല്ലൊരു ശുദ്ധവായു ശ്വസിക്കാൻ പറ്റത്തില്ല. കൂടാതെ ബോംബ് സ്ഫോടനവും വളരെയധികം പ്രയാസങ്ങളാണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞ കമ്പനി ഈ അപ്പച്ചന് കൊടുക്കുന്നത്, ഈ നാട്ടുകാർക്ക് കൊടുക്കുന്നത്. ഇവിടുന്ന് ഒഴുകി പോകുന്ന വേസ്റ്റ് വെള്ളം പാലായിൽ ചെന്ന് പതിക്കുകയും അത് മീനച്ചിലാറ്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ആ വെള്ളമാണ് ആ പ്രദേശങ്ങളിൽ, ആ പരിസര പ്രദേശങ്ങളിൽ കുഴിച്ചിരിക്കുന്ന കുടിവെള്ള പദ്ധതി, അതായത് കിണറുകൾ കുഴിച്ചിട്ട് ആ കിണർ വഴിയുള്ള വെള്ളമാണ് ഈ നാട്ടുകാരെല്ലാം കുടിക്കുന്നത്. വീണ്ടും ഈ പ്രദേശങ്ങളിലെല്ലാം സാംക്രമിക രോഗങ്ങൾ, ക്യാൻസർ ഉൾപ്പെടെ, ശ്വാസമുട്ട് ഉൾപ്പെടെ ജനിക്കുന്ന കുട്ടികൾക്ക് അസുഖങ്ങൾ അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ഈ ഏരിയയിൽ നിന്നെല്ലാം നമ്മൾ ക്യാമ്പയിൻ നടത്തിയപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. You can imagine that how harmful and unhealthy results are coming out of the use of this water, dirty water, polluted water flowing into the river. And you can imagine that it can cause, because of the acidic condition of this water, it causes perennial stomach trouble. Your stomach always seems to be
bloated because of the impurity dissolved in this water. And this is experienced by most of the local people as well as the people living along the Meenachal river and using that Meenachal river water being used for their drinking purpose as well as other uses. So it's first thing is that this fellow, though he claims to be a B.Tech graduate, he doesn't have a scientific outlook. His main focus is only to make money without doing the proper infrastructural preparations. I have an experience in America. I lived in Michigan State in Detroit, near Detroit City. There in a hostel where there were about 200 students staying, and the water from the sewage and all the water used by the college and the hostel was treated, and the same water was used in the swimming pool. That's how water is to be properly treated. But this fellow doesn't seem. I think this fellow doesn't have any clue about all these things. അതായത് ഇനിയുള്ള തലമുറ അനുഭവിക്കാൻ പോകുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ചാണ് ഈ മാധുചേട്ടൻ പറഞ്ഞത്. മാധുചേട്ടന് 10, 15, 20 കൊല്ലം ആയുസുള്ളൂ. പക്ഷേ ഈ തലമുറ ഇനിയും രോഗത്തിന് അടിമപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന പോലെയാണ് പറഞ്ഞത്, അല്ലേ? ഇവിടെ തൊട്ടടുത്ത് തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അവിടെ 2000-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ വെള്ളമാണ് ആ കുട്ടികൾ കുടിക്കുന്നത്. അതുകൂടാതെ ഈ പ്രദേശങ്ങളെല്ലാം ജനസാന്ദ്രത ഉള്ള ഒരു സ്ഥലമാണ്. എല്ലാവരും ഈ നാട്ടിൽ എല്ലാവരും ഈ മീനച്ചിലാറ്റിൽ നിന്ന് പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 1 മീറ്റർ 2 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം വെട്ടുകല്ലാണ്. ഈ മലിനജലം ഇവരുടെ പ്ലാന്റ്, ഇവിടെ തൊട്ടടുത്ത് തന്നെ പ്ലാന്റ് ഉണ്ട്. ഈ പ്ലാന്റിൽ ഇവർ ഇരുത്തി മണ്ണിലേക്ക് ഇത് സ്പ്രെഡാക്കി അതുവഴി ഈ വെള്ളം പല സ്ഥലങ്ങളിലേക്കും കിലോമീറ്ററുകൾ ദൂരേക്ക് മണ്ണിക്കൂടെ തന്നെ സ്പ്രെഡാവും, അല്ലേ? അരിപ്പ പോലെ തന്നെ സ്പ്രെഡാവും. പക്ഷേ അതിൻ്റെ പരിണിത ഫലമായിട്ട് രോഗങ്ങൾ ഈ പ്രദേശത്ത് പിടിപെടും. കേട്ടുകേൾവില്ലാത്ത അസുഖങ്ങളുണ്ടാവും. മരുന്ന് വ്യവസായം പൊടി പൊടിക്കും. ഇങ്ങനെയൊന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞത് മദ്യവും അതുപോലെ ലോട്ടറിയും വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്നക്കാലം കൂടുതലുണ്ട് എന്ന് ഈ ഉന്നത അധികാരികൾക്ക് അറിയാവുന്ന കാരണം മാക്സിമം ഈ കാര്യത്തിൽ ഇവർ കണ്ണടയ്ക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ നാട് ഇങ്ങനെ ആയിക്കൂടാ. ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളുമായിട്ട് ഈ ജനങ്ങൾ, ഈ രാമപുരത്തുള്ള നല്ലവരായ ജനങ്ങൾ ഈ ചാനലിൻ്റെ ഒപ്പമുണ്ട്. നമുക്ക് വേണ്ട ഈ നാട്ടുകാർ തന്നെയാണ് നമ്മളോട് പറഞ്ഞത് ഇവിടെ വന്നം ഈ കാര്യങ്ങളെല്ലാം അറിയിക്കണം. ഒരു ചാനലുകാരോടും പറഞ്ഞിട്ട് അവർ വന്ന് പൈസ മേടിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ ഈ നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകളിലോ പ്രയാസങ്ങളിലോ ഒന്നും ഒരു പങ്കു ചേർന്നിട്ടില്ല. At this age, I am 83.5 years old. Now the freedom of my movement is very limited. Therefore, I cannot undertake any long journey. If at all I have to go, I have to depend on a driver, which is very costly. That doesn't permit me to afford such a luxurious way of traveling and dealings with undertaking dealings. ഇത്രയും പ്രായമുണ്ട്, ഇനിയെങ്കിലും സ്വസ്ഥയും സമാധാനമായിട്ട് ഈ വീട്ടിൽ ജീവിക്കാൻ പോലും പറ്റത്തില്ലാത്തൊരാൾ ഇനി എങ്ങോട്ട് പോയി പ്രായത്തിൽ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. എത്രമാത്രം ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഈ പ്രദേശവാസികളെല്ലാം ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ പേർക്ക് അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തീരത്തില്ല. ഇതിനോടൊപ്പം തന്നെ ഇനിയും വീഡിയോ വരുന്നുണ്ട്. നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ്. നിങ്ങളുടെ സ്വന്തം ഡിക്റ്റിക് ന്യൂസ് കേരള ആൻഡ് ഹാർഡ് ഫാമർ സിജിയും സിജോയും.